ഇടുത്തി പോലെ മലയോര ജനതയെ വിഴുങ്ങാൻ പിണറായി സർക്കാരിന്റെ കേരള വനനിയമ ഭേദഗതി ബിൽ. വന്യമൃഗങ്ങൾ മാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പിണറായി സർക്കാരിന്റെ മനുഷ്യമാരണ ബില്ലിന്റെ മറവിൽ ഇനി വേട്ടയ്ക്കിറങ്ങും. സംസ്ഥാനത്തെ ജനങ്ങളെയും കർഷകരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തി വനം വകുപ്പ് ജീവനക്കാർക്ക് ക്രമവിരുദ്ധ അധികാരം നൽകാൻ ലക്ഷ്യം വെച്ചുള്ള കേരള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വ്യാപകമായി പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഉറപ്പാക്കാൻ താൽപര്യം കാട്ടാത്ത സർക്കാരും വനം വകുപ്പും വേണ്ടത്ര ആലോചനകളില്ലാതെ ധൃതി പിടിച്ച് വനനിയമ ഭേദഗതി ബിൽ പാസാക്കാനുള്ള നീക്കം ഏറെ ദുരൂഹമാണ്. ഈ മാസം 17-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളന കാലത്ത് അവതരിപ്പിക്കാനിരിക്കുന്ന ബില്ലിന്റെ മലയാള പരിഭാഷ ഏറെ വൈകിയാണ് നിയമസഭയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് തന്നെ. കഴിഞ്ഞ ഡിസംബർ 31 വരെയായിരുന്നു ബില്ലിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനുള്ള സമയപരിധി. എന്നാൽ വെബ്സൈറ്റിൽ വൈകി പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഈ മാസം 10 വരെ ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ സമയം അനുവദിച്ചെന്ന് വനം വന്യജീവി മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വനം വകുപ്പിൽ പിൻവാതിൽ വഴി താൽക്കാലിക നിയമനം ലഭിച്ചവർക്കും അനിയന്ത്രിത അധികാരം നൽകി ആരെയും വേട്ടയാടാൻ അവസരമൊരുക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ. അതായത് ഫോറസ്റ്റ് ഓഫീസറുടെ നിർവചനത്തിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ട്രൈബൽ വാച്ചർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് സംശയത്തിന്റെ പേരിൽ ആരുടെ വീട്ടിലും കടന്ന് പരിശോധന നടത്താം, വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കാം, വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ഇതുകൂടാതെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാരോപിച്ച് പുതുതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഗണത്തിൽപ്പെടുത്തുന്നവർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തവരെ എത്രയും വേഗം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന വ്യവസ്ഥയും ഏറെ ദുരുദ്ദേശപരമാണ്. പുതിയ വനം നിയമ ഭേദഗതി ബില്ലിലെ ആശങ്കയുയർത്തുന്ന ജനവിരുദ്ധ വകുപ്പുകളും അവയ്ക്ക് വരുത്തേണ്ട മാറ്റങ്ങളും എങ്ങും ഗൗരവമായ ചർച്ചയാവുകയാണ്. സെക്ഷൻ 2C-യിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന നിർവചനത്തിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ട്രൈബൽ വാച്ചർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PSC വഴി നിയമനം നേടുന്നവരാണെങ്കിലും വാച്ചർ, ട്രൈബൽ വാച്ചർ എന്നിവരിൽ ബഹുഭൂരിപക്ഷവും PSC വഴിയല്ലാതെ താൽക്കാലിക നിയമനം വഴി വരുന്നവരാണ്. അത്തരക്കാരെ ഫോറസ്റ്റ് ഓഫീസർമാരായി കണക്കാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല, കേരള വന നിയമത്തിലും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലുമടക്കം പല അധികാരങ്ങളും നൽകിയിരിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന നിർവചനത്തിൽ വരുന്നവർക്കാണ്. PSC വഴി സ്ഥിര നിയമനം നേടി കൃത്യമായ പരിശീലനം നേടി വരുന്നവരെ മാത്രമേ ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ആയതുകൊണ്ട് വാച്ചർ, ട്രൈബൽ വാച്ചർ എന്നിവരെ ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ നിന്നും ഒഴിവാക്കുക. ഈ നിയമ ഭേദഗതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിവരിക്കുന്ന ഭാഗത്ത് പുഴ എന്നതിന്റെ നിർവചനത്തിൽ ഫോറസ്റ്റിന് അകത്തുകൂടെ ഒഴുകുന്ന പുഴ മാത്രമല്ല, ഫോറസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പല പുഴകളും ജനവാസ കേന്ദ്രങ്ങളിലും വനത്തിലുമൊക്കെ കയറിയിറങ്ങിയാണ് ഒഴുകുന്നത്. അങ്ങനെയുള്ള മുഴുവൻ പുഴകളിലും ഫോറസ്റ്റ് വകുപ്പിന്റെ അധികാരം ഉറപ്പിക്കാനുള്ള കുറുക്കുവഴിയാണ് ഈ നിയമ ഭേദഗതി. പുഴ എന്നതിന്റെ നിർവചനത്തിൽ പൂർണ്ണമായും ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന പുഴയുടെ ഭാഗം മാത്രമെന്ന് നിജപ്പെടുത്തണം. ഫോറസ്റ്റ് അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴകളിൽ പഞ്ചായത്തുകൾക്ക് മാത്രമായിരിക്കണം അധികാരം. സെക്ഷൻ 52 പ്രകാരം ഫോറസ്റ്റ് വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അടക്കം വെറും സംശയത്തിന്റെ പുറത്ത് ആരുടെ വീട്ടിലും കയറി പരിശോധന നടത്താനും വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കുവാനുമുള്ള അനിയന്ത്രിതമായ അധികാരം നൽകിയിരിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ അധികാര ദുർവിനിയോഗത്തിന് വഴിവെക്കുന്നതായതുകൊണ്ട് വനത്തിന് വെളിയിലുള്ള വീടുകളിലും മറ്റു കെട്ടിടങ്ങളിലും പരിശോധന നടത്തുമ്പോൾ DFO അല്ലെങ്കിൽ ACF റാങ്കിലോ അതിനു മുകളിലുള്ളവരോ പുറപ്പെടുവിച്ച വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധന അനുവദിക്കുക. അത്തരം പരിശോധനയിൽ പങ്കെടുക്കാനുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക. സെക്ഷൻ 52 പ്രകാരം വാഹന പരിശോധന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെയോ SI റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തിൽ മാത്രമായി നിജപ്പെടുത്തുക. സെക്ഷൻ 63-ൽ വാറന്റില്ലാതെ ആരെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് മുതൽ മുകളിലേക്ക് നൽകിയിരിക്കുന്നു. ഈ അധികാരം നൽകിയിരിക്കുന്നത് വനത്തിനുള്ളിൽ മാത്രമല്ല, എവിടെ വച്ചും ആരെയും അറസ്റ്റ് ചെയ്യാനാണ് അധികാരം നൽകിയിരിക്കുന്നത്. ഈ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുന്ന ഭാഗത്ത് 4-ാമത്തെ പോയിന്റിൽ പറയുന്നത് വനത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും അറസ്റ്റ് നടത്താനും വനത്തിന് വെളിയിൽ വന്ന് മജിസ്ട്രേറ്റിന്റെയോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയോ അനുമതി വാങ്ങി
അറസ്റ്റ് ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് താഴെത്തട്ടിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അത്തരം അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകേണ്ടതുണ്ട് എന്നാണ്. വനത്തിനുള്ളിൽ വെച്ച് കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ വാറണ്ടില്ലാതെ അറസ്റ്റ് നടത്തുന്നതിൽ നാട്ടുകാർക്ക് എതിർപ്പുമില്ല. പക്ഷേ വനത്തിനുള്ളിൽ വെച്ച് കുറ്റകൃത്യങ്ങൾ തടയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഫോറസ്റ്റ് വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നാട്ടിൽ എവിടെ വെച്ചും വീട്ടിൽ അതിക്രമിച്ചു കയറിയും വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്നത്? കുറ്റാരോപിതൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതമൊഴി ഒരു ക്രിമിനൽ കേസിലും സ്വീകാര്യമല്ല എന്നതാണ് തെളിവ് നിയമത്തിലെ ഒരു സുപ്രധാന നിലപാട്. പഴയ തെളിവ് നിയമം 27-ാം വകുപ്പും പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയം 23-ാം വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ 1989-ലെ ഒരു കേരള ഹൈക്കോടതി വിധിപ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്ന കുറ്റസമ്മതമൊഴി തെളിവായി സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. വനത്തിനകത്ത് സ്വതന്ത്ര സാക്ഷികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്രകാരം ഒരു ആനുകൂല്യം കോടതി വിധിയിലൂടെ ഉണ്ടാവാനുള്ള കാരണം. ഈ ഭേദഗതിയിൽ പറയുന്നത് പോലെ അനിയന്ത്രിത അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകപ്പെട്ടാൽ അതുപയോഗിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ മർദ്ദിച്ച് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുകയും ചെയ്താൽ അത് അവർക്കെതിരെ ഒരു സാധുവായ തെളിവായി കോടതിയിൽ സ്വീകരിക്കപ്പെടുമെന്ന അവസ്ഥ ഭീതികരമാണ്. ഇത് ഭരണഘടന ഉറപ്പുതരുന്ന മൗലിക അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമായി മാറും. ഒരു പരിഷ്കൃത സമൂഹത്തിലും ഇത്തരം കിരാത നിയമങ്ങൾ അനുവദിക്കാൻ സാധ്യമല്ല. ആയതുകൊണ്ട് വനത്തിന് വെളിയിൽ വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ DFO അല്ലെങ്കിൽ ACF റാങ്കോ അതിനു മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥർ പുറപ്പെടുവിച്ച വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി നിജപ്പെടുത്തുക. സെക്ഷൻ 63.2 ഭേദഗതി പ്രകാരം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഇങ്ങനെ അധികാരം നൽകപ്പെടുന്ന SFOമാരിൽ 1/3 പേർക്കും വേണ്ടത്ര യോഗ്യതയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇത് പോലീസിന് മാത്രം നൽകിയിരിക്കുന്ന അധികാരമാണ്. ഫോറസ്റ്റുകാർക്ക് ക്രമസമാധാനത്തിനുള്ള അധികാരം നൽകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതും പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതുമാണ്. ആയതുകൊണ്ട് ഈ ഭാഗം പൂർണ്ണമായും റദ്ദു ചെയ്യുക. സെക്ഷൻ 63.3 ഭേദഗതി പ്രകാരം ഫോറസ്റ്റ് വകുപ്പ് അറസ്റ്റ് ചെയ്യുന്ന ആളെ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഫോറസ്റ്റ് സ്റ്റേഷനിലോ എത്തിക്കണമെന്ന് പറയുന്നു. നിലവിലെ നിയമപ്രകാരം ഫോറസ്റ്റ് വകുപ്പ് അറസ്റ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷന്റെ പുറമെ ഫോറസ്റ്റ് സ്റ്റേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോറസ്റ്റ് വകുപ്പിന് ലോക്കപ്പ് മർദ്ദനത്തിനുള്ള ലൈസൻസ് നൽകുന്ന ഈ ഭേദഗതി പിൻവലിച്ചുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഉടൻ തന്നെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്ന് വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക. സെക്ഷൻ 63.4 പ്രകാരം ഈ നിയമപ്രകാരമുള്ള എല്ലാ അറസ്റ്റുകളും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. BNSS 2023 സെക്ഷൻ 35 പ്രകാരം പോലീസ് ഓഫീസേഴ്സിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ്. ഗുരുതരമായതും പൊതുവെ 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടാവുന്നതും മജിസ്ട്രേറ്റിന് മാത്രം ജാമ്യം നൽകാൻ പറ്റുന്നതുമായ കുറ്റകൃത്യങ്ങളാണ് കോഗ്നിസബിൾ കുറ്റങ്ങൾ. എന്നാൽ ഈ നിയമ ഭേദഗതിയുടെ 63.2 സെക്ഷൻ പറയുന്നത് BFO മുതൽ മുകളിലേക്കുള്ള എല്ലാ ഫോറസ്റ്റ് ഓഫീസേഴ്സിനും കോഗ്നിസബിൾ ആണെങ്കിലും അല്ലെങ്കിലും ഏത് ഫോറസ്റ്റ് കുറ്റത്തിന്റെ പേരിലും ആരെ വേണമെങ്കിലും എവിടെ വച്ചും അറസ്റ്റ് ചെയ്യാം എന്നാണ്. ഇത് കേന്ദ്ര നിയമമായ BNSS 2023 വിരുദ്ധമാണ്. ആയതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതല്ല. സെക്ഷൻ 69.2 ഭേദഗതി പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയെ അയാൾ ഏതെങ്കിലും ഫോറസ്റ്റ് ഉൽപ്പന്നം കയ്യിൽ വെച്ചു എന്ന കുറ്റം പറഞ്ഞ് അറസ്റ്റ് ചെയ്താൽ ആ ഫോറസ്റ്റ് ഉൽപ്പന്നം കയ്യിൽ വെച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും അയാൾ കുറ്റം ചെയ്തു കഴിഞ്ഞു എന്ന് കരുതാവുന്നതാണ് എന്നും അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഉത്തരവാദിത്തമാണ് എന്നും എഴുതി വച്ചിരിക്കുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ എല്ലാവരും നിരപരാധികളാണ് എന്ന അടിസ്ഥാന നിയമ തത്വത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ തെളിയിക്കപ്പെടുന്നതുവരെ എല്ലാ കുറ്റാരോപിതരും നിരപരാധികൾ തന്നെയാണ്. ഫോറസ്റ്റ് വകുപ്പിനു വേണ്ടി മാത്രം ഇത്തരം അടിസ്ഥാനപരമായ നിയമതത്വങ്ങൾ ലംഘിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് സെക്ഷൻ 69.2 പൂർണ്ണമായും പിൻവലിച്ചേ തീരൂ. സെക്ഷൻ 72.2 ഭേദഗതി പ്രകാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കോ അതിനു മുകളിലുള്ള ഏതൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വന ഉൽപ്പന്നമാണോ എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നു.
അങ്ങനെ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ കേരള വനം നിയമപ്രകാരമുള്ള എല്ലാ നിയമ നടപടികൾക്കും ആ സർട്ടിഫിക്കറ്റ് ആധികാരിക രേഖയാക്കി ഉപയോഗിക്കാം എന്നും പറയുന്നു. വളരെ വലിയ രീതിയിൽ ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നിയമ ഭേദഗതി ആണിത്. നാട്ടുകാർ സ്വന്തം പറമ്പിലെ മരം വെട്ടി ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് വാഹനം പിടിച്ചെടുത്തു. ഇത് ഫോറസ്റ്റിൽ നിന്ന് വെട്ടിയ മരമാണെന്ന് പറഞ്ഞ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകി കേസ് ചാർജ് ചെയ്താൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റത്തിൽ നാട്ടുകാർ പ്രതികളാവും എന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. തടിയുടെ കാര്യത്തിൽ മാത്രമല്ല, തേനടക്കം വലിയ തോതിൽ നാട്ടുകാർ ഉപയോഗിക്കുന്ന വനത്തിലും നാട്ടിലും ഒരുപോലെ ലഭ്യമായ ഏത് ഉൽപ്പന്നത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ ഉണ്ടാകാം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു ഉൽപ്പന്നം ഫോറസ്റ്റ് ഉൽപ്പന്നമാണോ എന്നുള്ളത് ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. അല്ലാതെ റേഞ്ച് ഓഫീസർക്ക് തോന്നുന്ന പോലെ സർട്ടിഫിക്കറ്റ് നൽകി തെളിയിക്കപ്പെടേണ്ട ഒന്നല്ല. ആയതുകൊണ്ട് സെക്ഷൻ 72(2) ഭേദഗതി പൂർണ്ണമായും റദ്ദു ചെയ്യുക. 27, 62 മുതലായ സെക്ഷനുകൾ പ്രകാരമുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴത്തുക 5ഉം 10ഉം ഇരട്ടി വർദ്ധിപ്പിച്ചപ്പോൾ സെക്ഷൻ 65 പ്രകാരം തെറ്റായ അറസ്റ്റും പിടിച്ചെടുക്കലും നടത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള പിഴത്തുക 200 രൂപയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതിനുള്ള ശിക്ഷയാകട്ടെ 6 മാസം വരെ തടവ് എന്നത് മാറ്റിയിട്ടുമില്ല. ഇത് നീതിയല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം നടത്തി നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് അത്തരക്കാർക്ക് സെക്ഷൻ 65 പ്രകാരമുള്ള ശിക്ഷ 5 വർഷം വരെ തടവും കുറഞ്ഞത് 1 ലക്ഷം രൂപ പിഴയുമാക്കി ഉയർത്തണം.